കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നൽകി തന്ന ഈ നല്ല വചനത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ അധ്യായം വളരെ സുപരിചിതമായിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്ന് നമുക്ക് ആ അധ്യായത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും തന്നെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലൂടെ ഞാൻ ഈ അധ്യായത്തിൽ നിന്നും പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില ആലോചനകളെ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. 22-ന്റെ 5 ഇന്ന് നമ്മൾ വായിപ്പാനായിട്ടിടയായിത്തീരുന്നത്. അവിടെ അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലകനും അവിടെ ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് അവരോട് പറയുന്നു. ഇതിലെന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം, ആരാധന കഴിച്ച് മടങ്ങി വരാം. സ്തോത്രം. മടങ്ങി വരാം എന്നുള്ള ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സ്തോത്രം. നമുക്കറിയാം, ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാം. അറിയാത്തവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് 22-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചപ്പോൾ, ചോദിച്ച് അറിഞ്ഞപ്പോൾ, താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി മോറിയ ദേശത്ത് ചെന്ന്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായി. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, തൻ്റെ മകനാകിയ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്ന ഭാഗമാണ് 1-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് നന്നായി മനസ്സിലായി. തൻ്റെ ഒരേ മകൻ, ഏകജാതനായ തൻ്റെ മകൻ, താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെ ഹോമയാഗം കഴിക്കുവാൻ ദൈവം അരുളി ചെയ്തപ്പോൾ, ഒന്നും ആലോചിക്കാതെ, ആരോടും അഭിപ്രായം ചോദിക്കാതെ, ദൈവ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം കൽപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരോടും അഭിപ്രായം ചോദിക്കാതെ അബ്രഹാം തൻ്റെ മകനുമായി യാത്ര തുടങ്ങി. മോറിയ മലയിലേക്ക് യാത്ര തുടങ്ങി. തൻ്റെ മകനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് യാത്ര തുടങ്ങി. ആ യാത്രയുടെ മധ്യത്തിലാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ കാര്യം കണ്ടെത്തുന്നത്. അവിടെ അവർ പോകുന്ന യാത്രയിൽ വീട്ടിൽ നിന്നും അബ്രഹാം ബാല്യക്കാരെയും മകനെയും താനുമായി ഈ മോറിയ മലയിലേക്ക് ആരാധന കഴിക്കുവാനായിട്ട്, തൻ്റെ സ്വന്തം മകനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ, അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് പറയുന്ന ആ വാക്കാണ് എന്നെ വളരെയധികം ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും മകനും, ഞാനും ബാലകനും അവിടെ ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. സ്തോത്രം. അബ്രഹാം ഈ വാക്ക് പറയുമ്പോൾ തന്നെ മടങ്ങി വരാം, ഞങ്ങൾ മടങ്ങി വരും, ഞാനും ബാലകനും, ഞാനും ഇസഹാക്കും എൻ്റെ മകനും അവിടെ ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്നുള്ള ആ വാക്ക് അബ്രഹാം പറയുമ്പോൾ തന്നെ തൻ്റെ
ഹൃദയത്തിലെ വേദന മറ്റാർക്കും അറിയുകയില്ല. ബാല്യക്കാർക്കോ മകനോ ആർക്കും തൻ്റെ ഹൃദയത്തിലെ ആ സാഹചര്യം ആർക്കും അറിയുകയില്ല. കാരണം സ്വന്തം മകനെ ഹോമയാഗം കഴിക്കുവാനായിട്ടാണ് അബ്രഹാം ബാല്യക്കാരുമായി യാത്ര തിരിച്ചത്. എന്നാൽ ആ ബാല്യക്കാരോട് പറയുന്ന വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലകനും അവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരാം, നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ മടങ്ങി വരും. ഇതാണ് അബ്രഹാം പറഞ്ഞതിൻ്റെ അർത്ഥം. ഞങ്ങൾ ആരാധന കഴിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ. ഹല്ലേലൂയ. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അബ്രഹാം എങ്ങനെ ഈ വാക്ക് പറഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രതിസന്ധിയാണ്. തൻ്റെ മകനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ തൻ്റെ മകനാണ് ഹോമയാഗ വസ്തുവായി മാറുന്നത്. തൻ്റെ മകനാണ് ഇനി ചാരമായി തീരുവാനായിട്ട് പോകുന്നത്. ഒരിക്കലും ഇനി ഇവനെ കൊണ്ട് തിരിച്ചു വരുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ അബ്രഹാം പറയുകയാണ്, ഞങ്ങൾ മടങ്ങി വരാം, ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ. ഈ ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. പ്രിയമുള്ളവരെ, ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ദൈവം ആ സാഹചര്യത്തിൽ നാം എങ്ങനെയാണ് ഡീലിംഗ് നടത്തുന്നത്, നമ്മുടെ ഡീൽ എങ്ങനെയാണ്, നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്, നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് പലരും പതറി ഇടറി വിട്ടുപോകുവാനുള്ള സാധ്യത കൂടുതലുള്ളത്. അവർക്ക് അവരുടെ സാഹചര്യം വിപരീതമായി വരുമ്പോൾ, അവരുടെ സാഹചര്യം പ്രതികൂലമായി കടന്നു വരുമ്പോൾ അവർ ദൈവത്തെ തള്ളിപ്പറയുന്നു. ദൈവസ്നേഹത്തിൽ നിന്നും അവർ മാറിപ്പോകുന്നു. കർത്താവിനെ വേണ്ട എന്ന് പറയുന്നു. അതൊരു ദൈവത്തെ മറക്കുന്ന അവസ്ഥ. അവിടെ വാക്കുകളിൽ നിന്നും വരുന്ന വാക്കുകളെല്ലാം നെഗറ്റീവ് വാക്കുകളായിരിക്കും. ഇത്രയും വർഷം ദൈവത്തെ സേവിച്ചതുകൊണ്ട്, ഇത്രയും നാൾ കർത്താവിനെ ആരാധിച്ചതുകൊണ്ട്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ഫലമുണ്ടായി? ഹല്ലേലൂയ. എൻ്റെ ദൈവം പ്രതികൂല സാഹചര്യങ്ങളിൽ നീ എങ്ങനെ ജീവിക്കുന്നു, നീ എങ്ങനെ പെരുമാറുന്നു, നിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, നീ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് എങ്ങനെയുള്ളതാണ്, നീ മറ്റുള്ളവരുമായിട്ടുള്ള നിൻ്റെ പ്രവൃത്തി, നിൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന് കർത്താവ് പരിശോധിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നീ കടന്നു പോകുമ്പോൾ നിൻ്റെ ആത്മീക ജീവിതം, നിൻ്റെ വിശ്വാസ ജീവിതം എത്രത്തോളം ഉണ്ട് എന്ന് എൻ്റെ ദൈവം പരിശോധിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിൻ്റെ ഡീൽ എങ്ങനെയാണ് എന്ന് കർത്താവ് പരിശോധിക്കുകയാണ്. സ്തോത്രം. ഒരു പക്ഷേ നമ്മളെപ്പോലെ അബ്രഹാമിനെ പറയാം, സ്തോത്രം, ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയൂ, ഞാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയൂ, ഞാൻ തിരിച്ചു വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടി എന്ന് നിങ്ങൾക്കറിയില്ല, എൻ്റെ ഭാരം നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് വാക്കുകൾ അവിടെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന അബ്രഹാം ആ സാഹചര്യത്തിൽ തൻ്റെ ബാല്യക്കാരോട് പറയുകയാണ്, ഞങ്ങൾ തിരിച്ചു വരാം, ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് തിരിച്ചു വരും. അതൊരു പോസിറ്റീവ് വാക്കാണ്, അതൊരു വിശ്വാസത്തിൻ്റെ വാക്കാണ്, അതൊരു എനർജറ്റിക് വാക്കാണ്, വിശ്വാസത്തിൻ്റെ ഒരു പോസിറ്റീവ് വാക്കാണ്. ബാല്യക്കാരെയും അതുപോലെ മകനും കേൾക്കത്തക്ക രീതിയിൽ അബ്രഹാം പറയുകയാണ്, ഞങ്ങൾ ആരാധന കഴിച്ച് തിരിച്ചു വരാം. ഈ പ്രശ്നം അബ്രഹാമിന് മാത്രമേ അറിയുകയുള്ളൂ. സ്വന്തം മകനായ ഇസ്ഹാക്കിന് പോലും എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്ന് അറിയുകയില്ല. ബാല്യക്കാർക്കറിയില്ല, ഭാര്യയ്ക്കറിയില്ല, ആർക്കും അറിയില്ല. ദൈവത്തിനും അബ്രഹാമിന് മാത്രമാണ് മോറിയ മലയിൽ ചെന്ന് ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അബ്രഹാമിനും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. ആ സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴും അബ്രഹാമിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അത് പോസിറ്റീവ്, അത് വിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ വാക്കുകളായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ആഴ്ചയിലെ സന്ദേശത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സാഹചര്യം
നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും, നിങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ, വേദനയുടെ, നിരാശയുടെ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ എങ്ങനെയുള്ളതാണ്? ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ നിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരരുത്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും നിന്നിൽ നിന്നും പുറപ്പെട്ടു വരരുത്. ഹല്ലേലൂയ. ദൈവത്തെ ദൂഷിക്കുന്ന വാക്കുകൾ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരരുത്. അതിനു പകരമായി വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുക. വിശ്വാസത്തിൽ സംസാരിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരുമെന്ന് വിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രത്യാശയുടെ വാക്കുകൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ നിൻ്റെ ജീവിതം, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ ഈ കാര്യങ്ങൾ, ഈ പോസിറ്റീവ്, ഈ വിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രത്യാശയുടെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യാശയുള്ള ജീവിതം നിങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഒരു യഹോവ യിരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ആത്മാവിൽ. ഹല്ലേലൂയ. നോക്കിക്കേ, ബാല്യക്കാരോട് വിളിച്ചു പറയാണ്, ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും. സ്തോത്രം. അതുവരയ്ക്കും നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ. ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം. ആരാധന കഴിച്ച് ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ. ഹല്ലേലൂയ. പ്രതിസന്ധി, ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധി സാഹചര്യങ്ങൾ നിന്നെ പിടിക്കുമ്പോൾ, നിൻ്റെ ആത്മീക ജീവിതത്തിൽ നിന്നും, നിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരേണ്ട വാക്കുകൾ പ്രത്യാശയുള്ളതായിരിക്കട്ടെ, വിശ്വാസമുള്ളതായിരിക്കട്ടെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന വാക്കുകളായി മാറട്ടെ. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു അബ്രഹാമിൻ്റെ ഈ വാക്കുകൾ എൻ്റെ ദൈവം ശ്രദ്ധിക്കുവാനായിട്ടിടയായിത്തീർന്നു. കാരണം അബ്രഹാമിനെ ദൈവം പരിശോധിക്കുകയാണ്, അബ്രഹാമിനെ ദൈവം ശോധിക്കുകയാണ്. അതും തൻ്റെ മകനെ ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നത്. ആ പരീക്ഷയെ ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഓരോ ചലനവും, അവൻ്റെ ഓരോ പ്രവൃത്തിയും, അവൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിൻ്റെ ഡീൽ എങ്ങനെയാണെന്ന് ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മനസ്സിലായി, ഇവൻ വിശ്വാസമുള്ളവൻ, അനുസരിക്കുന്നവൻ, ചഞ്ചലപ്പെടാത്തവൻ. ഹല്ലേലൂയ. ദൈവം മാർക്കിട്ടു, അവൻ്റെ വാക്കുകൾക്ക് ദൈവം മാർക്കിട്ടു. അപ്പോൾ തന്നെ ദൈവം അവന് വേണ്ടി കരുതുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് നിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നിനക്ക് വേണ്ടി ദൈവം കരുതി വയ്ക്കുന്നത്. ഹല്ലേലൂയ. നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് നിന്നെ വിജയത്തെ കൊണ്ടുവരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുന്നത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നിന്നെ ദൈവം കരുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധിയിൽ നെഗറ്റീവല്ല നീ സംസാരിക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാട്ടെ. നോക്കിക്കേ, ആ അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. 22-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ആ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവർ ഒന്നിച്ച് പുറപ്പെട്ടു ബേർശയിലേക്ക് പോന്നു. അബ്രഹാം ബേർശേബയിൽ പാർത്തു. പിന്നീട് ചരിത്രം പറയുന്നതെല്ലാം ഇസഹാക്കിൻ്റെ ചരിത്രമാണ്. ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ ചരിത്രമാണ്. ഇസഹാക്കുമായി അബ്രഹാം തിരിച്ചു വന്നു. അവൻ എന്തു പറഞ്ഞുവോ അത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. അബ്രഹാം ഇസഹാക്കുമായി തിരിച്ചു വന്നു. ഇനിയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുപോയാൽ അത് ഇസഹാക്കിൻ്റെ ചരിത്രമാണ്. ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, ഡിക്ലെയർ ചെയ്യുക, അത് സംഭവിക്കും. നീ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കല്ലേ. നിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ നീ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കല്ലേ. ദൈവത്തെ ദൂഷിച്ചു പറയല്ലേ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കൂ. ആമേൻ. പ്രത്യാശയുടെ വാക്കുകൾ ഉപയോഗിക്കൂ. അത് നിന്റെ തലമുറ കേൾക്കട്ടെ, അത് മറ്റുള്ളവർ കേൾക്കട്ടെ, അത് നിൻ്റെ ജീവിതത്തിലേക്ക് വിജയ സാധ്യതകളെ കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമം നിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതട്ടെ.
നിൻ്റെ വിശ്വാസം, നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, വിശ്വാസത്താൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പ്രഖ്യാപിച്ചു. നിൻ്റെ ചരിത്രം മാറ്റി എഴുതും എൻ്റെ ദൈവം. നിൻ്റെ വിശ്വാസ വാക്കുകളിനാൽ, നിൻ്റെ വിശ്വാസ പ്രവൃത്തിയിനാൽ എൻ്റെ ദൈവം നിൻ്റെ ചരിത്രം മാറ്റി എഴുതും. ഓ ഗ്ലോറി ടു ഗോഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നവർ എന്നോട് കൂടെ ആമൻ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിലെ അങ്ങനെ സംഭവിക്കട്ടെ. നീ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ നിൻ്റെ വാക്കുകൾ, നിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമായിരിക്കുമ്പോൾ, പ്രത്യാശയുടെ ജീവിതമായിരിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നീ എന്ത് പറഞ്ഞുവോ അതെൻ്റെ കർത്താവ് ചെയ്യും. അത് വിശ്വാസത്തിലായിരിക്കട്ടെ, പ്രത്യാശയിലായിരിക്കട്ടെ, ധൈര്യത്തോടായിരിക്കട്ടെ. ഹല്ലേലൂയ. നിൻ്റെ പ്രതിസന്ധികളിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകും. നിൻ്റെ ചരിത്രം മാറ്റി എഴുതും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഈ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻഭാഗം ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തിൽ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരും. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം അവിടെ കരുതുവാനായിട്ടിടയായി തീർന്നു. അവൻ്റെ ഡീൽ, അവൻ്റെ ദൈവം പരീക്ഷിച്ചപ്പോൾ അവൻ്റെ സംസാരം, അവൻ്റെ പ്രവർത്തികളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ കണ്ണുകളടച്ചോ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം വച്ച് നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അവരിൽ നിന്നും ഉത്ഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടെ ചരിത്രം മാറ്റി എഴുതണമേ. അവിടെ കർത്താവ് വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ. ഒരു കർത്താവ് കരുതുന്ന ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് അവർക്ക് കൃപ ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. യേശുവിൻ്റെ നാമം പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഹായിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രതികൂല സാഹചര്യത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിന്നിൽ നിന്നും ഉത്ഭവിക്കട്ടെ. നിൻ്റെ ജീവിതം കർത്താവ് മാറ്റിമറിക്കും. ദൈവം കരുതുന്നവൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു.